Hi everyone, welcome back to the KTU BTech S7 course on Industrial Safety Engineering. In the previous video, we discussed the need for safety and productivity, and the basic concepts of accident and unsafe condition. In today's session, we will continue with module 1 by learning about the various theories of accident causation. These theories help us to understand why accidents occur, identify the root cause, and implement effective preventing measures to create a safe workplace. So, let's get started. Theories of accident causation. There are several theories, major theories concerning accident causation. So, we are here going to discuss 7 theories. 7 തിയറികളാണ് നമ്മൾ ആക്സിഡൻറ്റ് കോസേഷനുമായിട്ട് ഡിസ്കസ് ചെയ്യുന്നത്. ഇവിടുന്ന് എക്സാമിന് ചോദിക്കുന്നത് ഒന്നുകിൽ എക്സ്പ്ലെയിൻ ദ തിയറീസ് ഓഫ് ആക്സിഡൻറ്റ് കോസേഷൻ എന്നുള്ള രീതിയിൽ ചോദിക്കാം. അതായത് ഏതെങ്കിലും ഒരു തിയറി ഒന്നോ രണ്ടോ തിയറി മെൻഷൻ ചെയ്ത് ചോദിക്കാം. അല്ലെങ്കിൽ എന്ത് ചെയ്യും, എക്സ്പ്ലെയിൻ ഹെൻറിച്ച് ഡൊമിനോ തിയറിയോ അല്ലെങ്കിൽ ഹ്യൂമൻ ഫാക്ടർ തിയറിയോ അങ്ങനെ ഇൻഡിവിജ്വൽ ആയിട്ടോ അല്ലെങ്കിൽ എന്ത് ചെയ്യും, വാട്ട് ആർ ദ മേജർ തിയറീസ് ഓഫ് ആക്സിഡൻറ്റ് എന്ന് ചോദിച്ചിട്ട് എക്സ്പ്ലെയിൻ എനി വൺ എന്ന് പറഞ്ഞിട്ട് ചോദിക്കും. സോ ലെറ്റ്സ് ഡിസ്കസ് ഓർ ലെറ്റ് സ്റ്റാർട്ട്. 7 തിയറികളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യുന്നത്. ഫസ്റ്റ് തിയറി ഹെൻറിച്ച് ഡൊമിനോ തിയറി, സെക്കൻഡ് വൺ ഹ്യൂമൻ ഫാക്ടർ തിയറി, തേർഡ് വൺ ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് തിയറി, ഫോർത്ത് വൺ എപ്പിഡമിയോളജിക്കൽ തിയറി, ഫിഫ്ത്ത് സിസ്റ്റം തിയറി, സിക്സ്ത് ബിഹേവിയർ തിയറി ആൻഡ് സെവൻത്ത് വൺ കോമ്പിനേഷൻ തിയറി. ഈ 7 തിയറികളാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. സിമ്പിളാണ്. സോ ഫസ്റ്റ് തിയറി ഹെൻറിച്ച് ഡൊമിനോ തിയറി. അക്കോർഡിംഗ് ടു ഹെൻറിച്ച്, an accident is one factor in a sequence that may lead to injury. Each factor is dependent on preceding factor. അതായത് ഹെൻറിച്ച് തിയറി പറയുന്നത് എന്താ വെച്ചാൽ, ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് തൊട്ടടുത്തുള്ള അതായത് പ്രിസീഡിങ് ഫാക്ടർ അതിനെ ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ് പറയുന്നത്. ജസ്റ്റ് ലൈക്ക് ഡൊമിനോസ്, നമുക്കറിയാം ഡൊമിനോസ് നമ്മൾ കളിക്കാൻ ഉപയോഗിക്കുന്ന ഡൊമിനോസ് ഇങ്ങനെ അടുത്തടുത്ത് വെച്ചിട്ട് ഒന്നിന് തട്ടിക്കഴിഞ്ഞാൽ അത് അടുത്തതിന് ബാധിക്കും ഇങ്ങനെ സീക്വൻഷ്യൽ ഇവൻ്റ് ആയിട്ടാണ് അത് ആ ഡൊമിനോസ് ഇങ്ങനെ ഫോളോ ചെയ്യുക. അതേപോലെ തന്നെയാണ് ആക്സിഡൻറ്റ് എന്ന് പറയുന്നത്. ഒരു ആക്സിഡൻറ്റ് നടക്കാൻ ഒരു സീക്വൻസ് ഓഫ് ഇവൻ്റ് ഉണ്ട്. തൊട്ട് മുമ്പുള്ള ഇവൻ്റാണ് അടുത്ത ഇവൻറ്റിനുള്ള കാരണം എന്ന് പറഞ്ഞത്. അദ്ദേഹം ഈ കോൺസെപ്റ്റിലേക്ക് എത്തിയത് ആഫ്റ്റർ സ്റ്റഡിയിങ് എ റിപ്പോർട്ട് ഓഫ് 75,000 ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. 75,000 ആക്സിഡൻറ്റ് അദ്ദേഹം സ്റ്റഡി ചെയ്തപ്പം 88% ഓഫ് ആക്സിഡൻറ്റ് കോസ് ബൈ അൺസേഫ് ആക്ട്. അൺസേഫ് ആക്ട് എന്താണെന്ന് നമ്മൾ പ്രീവിയസ് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഈ അശ്രദ്ധ മൂലമുള്ള ഒരു പേഴ്സൻ്റെ അൺസേഫ് ആക്ട് മൂലമാണ് 88% ആക്സിഡൻറ്റ് നടക്കുന്നത്. 10% ആക്സിഡൻറ്റ് നടക്കാനുള്ള കാരണം അൺസേഫ് കണ്ടീഷൻ, അവിടുത്തെ എൻവയോൺമെൻറ്റ് ഇൻഡസ്ട്രിയൽ കണ്ടീഷൻ കാരണമാണ്. ദെൻ 2% ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ് ആർ അൺഅവോയ്ഡബിൾ. അത് സ്വാഭാവികമായിട്ട് നടക്കുന്ന ചില ആക്സിഡൻറ്റ്. ഇത്രയാണ് ആക്സിഡൻ്റ് ഉള്ളതെന്നാണ് പറഞ്ഞത്. അപ്പോൾ ആ ഹെൻറിച്ച് ഡൊമിനോ തിയറി, ഹെൻറിച്ച് എന്ത് ചെയ്തു, ഇതിനെ ബേസ് ചെയ്ത് 10 ആക്സിയോംസ്, അതായത് ഹെൻറിച്ചിൻ്റെ 10 സിദ്ധാന്തങ്ങൾ, അതായത് ആക്സിയോംസ് എന്ന് പറഞ്ഞാൽ സിദ്ധാന്തങ്ങൾ, ഇൻഡസ്ട്രിയൽ സേഫ്റ്റിയുമായിട്ട് ബന്ധപ്പെട്ട 10 ആക്സിയോംസ് ഏതൊക്കെ നോക്കാം. ഒന്ന്, ഇഞ്ചുറീസ് റിസൾട്ട് ഫ്രം എ സീരീസ് ഓഫ് പ്രിസീഡിങ് ഫാക്ടർ. ഒരു ഇഞ്ചുറി ഉണ്ടാവുന്നത് ഒരു സീരീസ് ഓഫ് പ്രിസീഡിങ് ഫാക്ടറാണ്. അതായത് ഒന്ന് കഴിഞ്ഞ് ഒന്ന് കാരണം അടുത്തുണ്ടാവുന്നു, അങ്ങനെ സീക്വൻസ് ഡൊമിനോസ് പോലെ. ദെൻ ആക്സിഡൻറ്റ് ഒക്കർ ആസ് എ റിസൾട്ട് ഓഫ് ഫിസിക്കൽ ഹസാർഡ് ഓർ അൺസേഫ് ആക്ട്. അൺസേഫ് ആക്ടോ അല്ലെ ഫിസിക്കൽ ഹസാർഡ് കൊണ്ടോ ആണ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത്. ദെൻ മോസ്റ്റ് ആക്സിഡൻറ്റ്സ് ആർ റിസൾട്ട് ഓഫ് അൺസേഫ് ബിഹേവിയർ. മിക്കവാറും ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം ഒരു വർക്കറുടെ അല്ലെങ്കിൽ പേഴ്സൻ്റെ അൺസേഫ് ബിഹേവിയർ കൊണ്ടാണ്. അശ്രദ്ധ കൊണ്ട്, അവൻ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. ദെൻ അൺസേഫ് ആക്ട് ആൻഡ് ഹസാർഡ്സ് ഡു നോട്ട് ഓൾവേസ് റിസൾട്ട് ഇൻ ഇമ്മീഡിയറ്റ് ആക്സിഡൻറ്റ് ആൻഡ് ഇഞ്ചുറി. എന്തെങ്കിലും അൺസേഫ് ആക്ടോ അൺസേഫ് ഹസാർഡോ ഉണ്ടെങ്കിൽ അത് പെട്ടെന്ന് ചിലപ്പോൾ ഇഞ്ചുറിയിലേക്ക് എത്തില്ല. ഉദാഹരണമായിട്ട് ഒരാളൊരു വർക്ക് പ്ലേസിലൂടെ ഇങ്ങനെ ഓടി നടക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ അവൻ ഇഞ്ചുറി നടക്കില്ല, പക്ഷേ ഇറ്റ് മേ ഹാപ്പൻ, അല്ലെങ്കിൽ അത് ഇഞ്ചുറിയിലേക്ക് ലീഡ് ചെയ്യാം, നയിക്കാം എന്നുള്ളതാണ് പറയുന്നത്. ദെൻ ഫിഫ്ത്ത് വൺ, അണ്ടർസ്റ്റാൻഡിങ് വൈ പീപ്പിൾ കമ്മിറ്റ് അൺസേഫ് ആക്ട് ആൻഡ് ഹെൽപ്പ് ടു എസ്റ്റാബ്ലിഷ് ഗൈഡ് ലൈൻ ഫോർ കറക്റ്റീവ് ആക്ഷൻ. അപ്പോൾ എന്തിനാണ് ആളുകൾ ഇങ്ങനെ അൺസേഫ് ആക്ട് നടത്തുന്നതെന്ന് ആദ്യം പഠിക്കുക, എന്നിട്ട് അതിനുള്ളൊരു സൊല്യൂഷൻ കാണാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ വർക്ക് പ്ലേസിലൂടെ ഇങ്ങനെ നടക്കുകയാണ്. അയാൾ നടക്കാൻ കാരണം അയാൾക്കൊരു ഇൻസ്ട്രുമെൻ്റ് അല്ലെങ്കിൽ ഒരു എക്യുപ്മെൻ്റ് എടുക്കാൻ അല്ലെങ്കിൽ ഒരു ടൂൾ എടുക്കാൻ അപ്പുറത്തെ സൈഡിലേക്ക് നടക്കണം എന്ന് വരില്ല. അപ്പോൾ ആ നടത്തത്തിലാണ് ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം. അദ്ദേഹം അശ്രദ്ധമായി നടക്കും. അപ്പോൾ എന്ത് ചെയ്യുക, ആ ടൂളുള്ള ഷെൽഫ് എടുത്ത് ഇങ്ങോട്ടേക്ക് ഇയാളുടെ അടുത്തേക്ക്
വെക്കാനുള്ള എന്തെങ്കിലും പ്രൊവിഷൻ ഉണ്ടോ എന്ന് നോക്കാം. അയാൾക്ക് ആവശ്യമുള്ള ടൂൾസൊക്കെ അയാളുടെ പരിസരത്ത് തന്നെ വെക്കുക. ഇതൊക്കെ തന്നെയാണ് ചെയ്യാൻ പറ്റുക. ദെൻ ദ സിവിയറിറ്റി ഓഫ് ഇഞ്ചുറി ഈസ് ലാർജ്ലി ഫോർച്യൂസ് ആൻഡ് ദ ആക്സിഡൻറ്റ് ദാറ്റ് കോസ് ഇറ്റ് ഈസ് പ്രിവെൻറ്റബിൾ. മിക്കവാറും ഇഞ്ചുറീൻ്റെ ഈ സിവിയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് യാദൃശ്ചികമാണ്. അപ്പോൾ അതിന് ചെയ്യാൻ പറ്റുന്ന ആക്സിഡൻറ്റ് ഉണ്ടാകാൻ പറ്റുന്ന സാധനങ്ങൾ പ്രിവെൻറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ദെൻ ബെസ്റ്റ് ആക്സിഡൻറ്റ് പ്രിവെൻഷൻ ടെക്നിക്സ് ആർ അനലോജസ് ടു ബെസ്റ്റ് ക്വാളിറ്റി ഓർ പ്രൊഡക്ടിവിറ്റി ടെക്നിക്ക്. അതായത് ഏറ്റവും ആക്സിഡൻറ്റ് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഏറ്റവും ബെസ്റ്റ് മെത്തേഡ് എന്താ വെച്ചാൽ അവിടുത്തെ ബെസ്റ്റ് ക്വാളിറ്റി ഓർ പ്രൊഡക്ടിവിറ്റി ടെക്നിക്കാണ്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഇപ്പോൾ ഗ്ലൗ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ അല്ലെ ഗൂഗിൾസോ ഹെൽമെറ്റൊക്കെ ഉപയോഗിക്കും, മറ്റു ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ആക്സിഡൻറ്റ് പരമാവധി കുറയ്ക്കാൻ പറ്റും. ദെൻ മാനേജ്മെൻറ്റ് ഷുഡ് അസ്യൂം സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി. അതായത് ആ മാനേജ്മെൻറ്റ് എന്ത് ചെയ്യണം, സേഫ്റ്റി റെസ്പോൺസിബിലിറ്റി അവർ ശ്രദ്ധിക്കണം. ദെൻ സൂപ്പർവൈസർ ഈസ് ദ കീ പേഴ്സൺ ഇൻ ദ പ്രിവെൻഷൻ ഓഫ് ഇൻഡസ്ട്രിയൽ ആക്സിഡൻറ്റ്. ആക്സിഡൻറ്റ് തടയാനുള്ള ഏറ്റവും കീ ആയിട്ട് ശ്രദ്ധിക്കേണ്ടത് ആ ഇൻഡസ്ട്രിയിലുള്ള സൂപ്പർവൈസറാണ്. അയാളുടെ ഡ്യൂട്ടി എന്നതാണ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ സൂപ്പർവൈസ് ചെയ്യുക എന്നുള്ളതാണ് ഡ്യൂട്ടി. ദെൻ കോസ്റ്റ് ഓഫ് ആക്സിഡൻറ്റ്സ് ഇൻക്ലൂഡ് ബോത്ത് ഡയറക്റ്റ് കോസ്റ്റ് ആൻഡ് ഇൻഡയറക്റ്റ് കോസ്റ്റ്. ഒരു ആക്സിഡൻറ്റിൻ്റെ കോസ്റ്റ് ഡയറക്റ്റ് അയാൾക്കുള്ള ഇഞ്ചുറീനെ ട്രീറ്റ് ചെയ്യുന്ന കോസ്റ്റ് മാത്രമല്ല, ഒരു എംപ്ലോയിക്ക് ആക്സിഡൻറ്റ് ഉണ്ടായിക്കഴിഞ്ഞാൽ അയാൾക്ക് പിന്നെ വർക്ക് ചെയ്യാൻ പറ്റില്ല, ആ വേക്കൻസി അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടും. അപ്പോൾ അവിടുത്തെ പ്രൊഡക്ടിവിറ്റിനെയും വർക്കിനെയും ഒക്കെ ബാധിക്കും. സോ അത് ഇൻഡയറക്റ്റ് കോസ്റ്റ് എന്ന പേരിൽ അറിയപ്പെടുന്നു. These are the 10 axioms of industrial safety by ഹെൻറിച്ച്. സോ ഇനി ആ ഹെൻറിച്ച് ഡൊമിനോ തിയറിയിൽ പറഞ്ഞ 5 ആ ഡൊമിനോസ് ഏതൊക്കെയാണെന്നുള്ളതാണ് പറയുന്നത്. ഫസ്റ്റ് വൺ ആൻസിസ്ട്രൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. ഓക്കെ, അതായത് ആൻസിസ്ട്രൽ ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ് ഫസ്റ്റ് വൺ. സെക്കൻഡ് വൺ ഫോൾട്ട് ഓഫ് എ പേഴ്സൺ. തേർഡ് വൺ അൺസേഫ് ആക്ട് ഓർ അൺസേഫ് കണ്ടീഷൻ. ഫോർത്ത് വൺ ആക്സിഡൻറ്റ് ആൻഡ് ഫിഫ്ത്ത് വൺ ഇഞ്ചുറി. ഓരോന്നും എന്താണെന്നുള്ളത്, ഓരോ ഡൊമിനോ എന്താണെന്നുള്ളത് നോക്കാം. ഫസ്റ്റ് വൺ ആൻസിസ്റ്ററി ആൻഡ് സോഷ്യൽ എൻവയോൺമെൻറ്റ്. അതായത് നെഗറ്റീവ് ക്യാരക്ടർ ഓർ ട്രൈറ്റ്സ് വെദർ ഇൻഹെറിറ്റഡ് ഓർ അക്വയർഡ് ഫ്രം ദി സോഷ്യൽ എൻവയോൺമെൻറ്റ് ക്യാൻ ലീഡ് പീപ്പിൾ ടു ബിഹേവ് അൺസേഫ്ലി. അതായത് നെഗറ്റീവ് ക്യാരക്ടർ, അവൻ പഠിച്ചു വന്ന നെഗറ്റീവ് ക്യാരക്ടർ അത് നേരത്തെ അവന് ഇൻഹെറിറ്റഡ് ആയിട്ട് കിട്ടിയതായിരിക്കാം. അല്ലെങ്കിൽ ആ സോഷ്യൽ എൻവയോൺമെൻറ്റ്, ഇപ്പോൾ ചില ആളുകളൊക്കെ ഉണ്ട് ഈ ഗ്ലൗ ഒന്നും ധരിക്കാതെ സാധനങ്ങൾ ഹാൻഡിൽ ചെയ്യുക എന്ന് പറഞ്ഞാൽ അത് അവന് ശീലിച്ചു പോയതാണ്. അതേപോലെ ഇപ്പോൾ വയറിങ്ങിൻ്റെ കേസിലൊക്കെ സ്ട്രിപ്പ് ചെയ്യുമ്പോൾ വായ കൊണ്ട് കടിച്ചിട്ട് സ്ട്രിപ്പ് ചെയ്യുക, ഓക്കെ, അതൊക്കെ ആ ഒരു ഇൻഹെറിറ്റഡ് ആയിട്ട് അവനത് ശീലിച്ചു പോകുന്നതാണ്. അതാണ് ആക്സിഡൻറ്റ് ഉണ്ടാവാനുള്ള ഒരു കാരണം ഉണ്ടാവുന്നതാണ്. ഇനി രണ്ടാമത്തെ ഒരു കാരണം എന്താ, ഫാൾട്ട് ഓഫ് എ പേഴ്സൺ. ഒരാളുടെ ഒരു ഇൻഡിവിജ്വലിൻ്റെ ഫാൾട്ട്, അയാൾ ചെയ്യുന്ന എന്തെങ്കിലും തെറ്റ്. ദീസ് നെഗറ്റീവ് ക്യാരക്ടർ ട്രൈറ്റ്സ് ആർ ദ റീസൺ ഫോർ ഇൻഡിവിജ്വൽ ബിഹേവ് അൺസേഫ്ലി ആൻഡ് വൈ ഹസാർഡ് കണ്ടീഷൻ എക്സിസ്റ്റ്. ദെൻ അൺസേഫ് ആക്ട് ഓർ മെക്കാനിക്കൽ എറർ. ഇതാണ് മെയിൻ റീസൺ. അൺസേഫ് ആക്ട്, അശ്രദ്ധ മൂലമുള്ള തെറ്റായ പ്രവണതകൾ. അൺസേഫ് കണ്ടീഷൻ, അവിടെ ഉദാഹരണമായിട്ട് ഒരു ഫ്ലോറിൽ വെള്ളം അവിടെ പിന്നെ ഇത് ചെയ്തിട്ടുണ്ട്, വെള്ളമുണ്ട് അവിടെ, അപ്പോൾ അതിലൂടെ നടക്കുമ്പോൾ അശ്രദ്ധ മൂലം നടന്നു കഴിഞ്ഞാൽ അവരെ ഓടിക്കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യും, പിന്നെ ആക്സിഡൻറ്റ് ഉണ്ടാവും. അല്ലെങ്കിൽ അത് എന്തുകൊണ്ടാണ് വെള്ളം വരാൻ കാരണം, അവിടെ പ്രോപ്പറായിട്ട് ക്ലീൻ ചെയ്യാത്തതുകൊണ്ട്. അപ്പോൾ അത് അൺസേഫ് കണ്ടീഷനാണ്. അപ്പോൾ ഇതാണ് മെയിനായിട്ട്. അപ്പോൾ ആ അൺസേഫ് ആക്ടും അൺസേഫ് കണ്ടീഷനും അവിടെ ബ്ലോക്ക് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കിയുള്ള ഡൊമിനോസ് വീഴുന്നത് തടയാൻ പറ്റും. ദാറ്റ് മീൻസ് ആക്സിഡൻറ്റ് ഉണ്ടാവുന്നത് തടയാൻ പറ്റും. ആൻഡ് ആക്സിഡൻറ്റ് മേ കോസ് ടു ഇഞ്ചുറി. ആ ഇഞ്ചുറി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, തടയാൻ പറ്റും എന്നുള്ളതാണ് പറയുന്നത്. അപ്പോൾ ഇതെങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ, ഈ ഹെൻറിച്ച് പറഞ്ഞ ഈ 5 ഡൊമിനോസിൽ എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാന്ന് വെച്ചാൽ, നമ്മൾ ആസ് യൂഷ്വൽ നോക്കൂ, ഈ ഫിഗറിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതായത് അൺസേഫ് ആക്ട് അൺസേഫ് കണ്ടീഷൻ്റെ അവിടെ ബ്ലോക്ക് ഇട്ട് കഴിഞ്ഞാൽ ആക്സിഡൻറ്റും ഇഞ്ചുറിയും എന്ത് ചെയ്യാൻ പറ്റും, പ്രിവെൻറ്റ് ചെയ്യാൻ പറ്റും. എലിമിനേറ്റ് ഓർ കൺട്രോൾ അൺസേഫ് ആക്ട് ആൻഡ് അൺസേഫ് കണ്ടീഷൻ ടു പ്രിവെൻറ്റ് ആക്സിഡൻറ്റ് ആൻഡ് സേവ് ലൈഫ് സേവ് ചെയ്യാൻ പറ്റും. ഇനി എങ്ങനെയാണ് ഈ അൺസേഫ് ആക്ടും അൺസേഫ് കണ്ടീഷനും പ്രിവെൻറ്റ് ചെയ്യുക? ഫസ്റ്റ് വൺ ട്രെയിനിങ് ആൻഡ് അവയർനെസ്. പ്രോപ്പർ ട്രെയിനിങ്ങും അവയർനെസ്സും കൊടുക്കുക. രണ്ടാമത്തത് ഫോളോ സേഫ് പ്രൊസീജിയർ. കൃത്യമായ പ്രൊസീജിയർ ഫോളോ ചെയ്യുക. യൂസ് പേഴ്സണൽ പ്രൊട്ടക്റ്റീവ് എക്യുപ്മെൻറ്റ്. ഈ ഹെൽമെറ്റ്, ഗ്ലൗ പോലുള്ള എക്യുപ്മെൻറ്റുകൾ ഉപയോഗിക്കുക. മെയിൻറ്റെയിൻ എക്യുപ്മെൻറ്റ് ആൻഡ് വർക്ക് പ്ലേസ്. ഈ വർക്ക് പ്ലേസും എക്യുപ്മെൻറ്റും ഒക്കെ ചെയ്യുക, പ്രോപ്പറായിട്ട് മെയിൻ്റെനൻസ് നടത്തുക, റിപ്പയർ ചെയ്യുക, കാര്യങ്ങളൊക്കെ ചെയ്യാം. ദെൻ റെഗുലർ ഇൻസ്പെക്ഷൻ ആൻഡ് മോണിറ്ററിങ്. സൂപ്പർവൈസർ എന്നുള്ള പോസ്റ്റിൽ ഒരാളുണ്ട്, അയാൾ കൃത്യമായിട്ട് അത് ഇൻസ്പെക്ട് ചെയ്യുക, മോണിറ്റർ ചെയ്യുക. These are the method to prevent accident by Hendrich. Okay, domino theory. Then moving forward, next theory, human factor theory. അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആക്സിഡൻറ്റ് ഒക്വർ ഡ്യൂ ടു ഹ്യൂമൻ എറർ. ആക്സിഡൻറ്റ് ഉണ്ടാവാൻ കാരണം മനുഷ്യന്മാർക്ക് വരുന്ന എററാണ്. ഹ്യൂമൻ എറർ ഈസ് മെയിൻലി കോസ്ഡ് ബൈ 3 ഫാക്ടർ. ഇനി മനുഷ്യന്മാർക്ക് എങ്ങനെ എറർ ഉണ്ടാവാനുള്ള കാരണങ്ങൾ പ്രധാനമായിട്ടും 3 എണ്ണമാണ്.
ഫസ്റ്റ് വൺ, ഓവർലോഡ് വന്നു കഴിഞ്ഞാൽ അവർക്ക് എറർ സംഭവിക്കാം, തെറ്റ് സംഭവിക്കാം. എന്തൊക്കെയാണ് ഓവർലോഡ്? ഒന്നെങ്കിൽ എക്സസീവ് വർക്ക് ലോഡ് ആവാം, ടൈം പ്രഷർ ആവാം, അല്ലെങ്കിൽ ഫറ്റീഗ് ക്ഷീണമാവാം, സ്ട്രെസ് ആവാം, ഓർ ഫിസിക്കൽ ഓർ മെൻ്റൽ സ്ട്രെയിൻ ഒക്കെയാണ് ഓവർലോഡിനുള്ള കാരണം. അത് അയാൾക്ക് എറർ വരുത്താൻ കാരണമാവും. രണ്ടാമത്തെ എന്താണ്? ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി, പ്രോപ്പർ അല്ലാത്ത ആക്ടിവിറ്റി. ഫോർ എക്സാമ്പിൾ, ഡൂയിങ് റോങ് തിങ്സ്, വർക്കിംഗ് വിത്തൗട്ട് പ്രോപ്പർ നോളജ് ഓർ ട്രെയിനിങ് ഇല്ലാതെ വർക്ക് ചെയ്യുക. ദെൻ വയലേഷൻ ഓഫ് റൂൾസ് ആൻഡ് പ്രൊസീജിയേഴ്സ്, റൂളും പ്രൊസീജിയറും ഒക്കെ വയലേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ഒന്നുകിൽ ഓവർലോഡ് അല്ലെങ്കിൽ ഇൻഅപ്രോപ്രിയേറ്റ് ആക്ടിവിറ്റി, ഇത് രണ്ടും കാരണം ഹ്യൂമൻ എറർ വരാം. മൂന്നാമത്തെ ഫാക്ടറാണ് ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ്. ഓക്കെ, റോങ് ഓർ ഡിലേഡ് റെസ്പോൺസ്. എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അതേ സമയത്ത് റിപ്പോർട്ട് ചെയ്യാതിരിക്കുക, അതേപോലെ പിന്നെ പ്രോപ്പറായിട്ട് റെസ്പോണ്ട് ചെയ്യാതിരിക്കുക, ഇഗ്നോറിങ് വാണിങ്സ് ഒക്കെ ഇഗ്നോർ ചെയ്യുക, മിസ് ജഡ്ജ്മെൻറ്റ്, ലാക്ക് ഓഫ് അവയർനെസ്, ഇതാണ് ഇൻഅപ്രോപ്രിയേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്നത്. ഈ 3 കാരണങ്ങൾ കൊണ്ട് ഹ്യൂമൻ എറർ വരാം. അങ്ങനെ ഹ്യൂമൻ എറർ വന്നു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇറ്റ് മേ ലീഡ്സ് ടു ആക്സിഡൻറ്റ്. അത് ആക്സിഡൻറ്റിലേക്ക് എത്തിക്കും. ദാറ്റ് മീൻസ് ആക്സിഡൻറ്റ് എന്ന് പറഞ്ഞാൽ സിംപ്ലി ഇഞ്ചുറി ടു എ പേഴ്സൺ ആവാം, ഒരാൾക്ക് പറ്റുന്ന ഇഞ്ചുറി ആവാം, അല്ലെങ്കിൽ ഡാമേജ് ടു എ പ്രോപ്പർട്ടി, ഒരു സംഗതിക്ക് ഉണ്ടാകുന്ന ഒരു പ്രോപ്പർട്ടിക്ക് ഉണ്ടാകുന്ന ഡാമേജ് ആവാം, ഒരു പ്രൊഡക്ഷൻ ലോസ്. ഇത്രയും കാര്യങ്ങൾ ഇതുകൊണ്ട് നടക്കാം. അപ്പോൾ നിങ്ങൾ പഠിക്കുമ്പോൾ എന്ത് ചെയ്യുക? ഈ ഒരു സ്ക്രീന് നോക്കി പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് പാരഗ്രാഫായിട്ട് എഴുതുന്നതൊക്കെ മറന്നു. ഇത് കറക്റ്റ് ആ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷൻ അതിന് വേണ്ടിയിട്ടാണ് ഇങ്ങനെ കൊടുത്തത്. ഈ ഒരു സ്ലൈഡ് നോക്കിയിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? പ്രോപ്പറായിട്ട് പഠിക്കാൻ പറ്റും. നെക്സ്റ്റ്, ഇത് എങ്ങനെ പ്രിവെൻറ്റ് ചെയ്യാം? ഹ്യൂമൻ ഫാക്ടർ തിയറി പ്രകാരം ഹൗ വി ക്യാൻ പ്രിവെൻറ്റ് ആക്സിഡൻറ്റ്. അത് നേരത്തെ പറഞ്ഞ പോലെ എല്ലാത്തിൻ്റെയും പ്രിവെൻഷൻ മെത്തേഡ് കോമൺ ആണ്. ഒന്ന് എന്താണ്? പ്രൊവൈഡിങ് പ്രോപ്പർ ട്രെയിനിങ്. ഓക്കെ, പ്രോപ്പർ ട്രെയിനിങ് പ്രൊവൈഡ് ചെയ്യുക. ഓർ എൻഷുർ അഡിക്വേറ്റ് സൂപ്പർവിഷൻ, കൃത്യമായ സൂപ്പർവിഷൻ നടത്തുക. എൻകറേജ് ക്ലിയർ കമ്മ്യൂണിക്കേഷൻ. ദെൻ പ്രൊവൈഡ് റെസ്റ്റ് ആൻഡ് റിഡ്യൂസ് സ്ട്രെസ്, പ്രൊമോട്ട് സേഫ് വർക്ക് പ്ലേസ്. ദീസ് ആർ ദ മെത്തേഡ് ടു പ്രിവെൻറ്റ് ഹ്യൂമൻ ഫാക്ടർ തിയറി. അതായത് റിഡ്യൂസ് ഓവർലോഡ്, പ്രൊമോട്ട് കറക്റ്റ് ആക്ടിവിറ്റീസ് ആൻഡ് റെസ്പോൺസസ്, and human error and accident can be prevented. Then the third theory, മൂന്നാമത്തെ തിയറിയാണ് ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് തിയറി ബൈ പീറ്റേഴ്സൺ തിയറി. ഓക്കെ, ആക്സിഡന്റ് അല്ലെങ്കിൽ ഇൻസിഡന്റ് തിയറി എന്താ നോക്കാം. ആക്സിഡൻസ് ആർ കോസ്ഡ് ബൈ എ സീക്വൻസ് ഓഫ് ഫാക്ടർ. അതായത് ഹ്യൂമൻ എറർ ഈസ് ദ റിസൾട്ട് ഓഫ് മൾട്ടിപ്പിൾ ഇൻഫ്ലുവൻസസ്. നമ്മൾ നേരത്തെ തൊട്ട് മുമ്പ് പറഞ്ഞ ഹ്യൂമൻ ഫാക്ടറിൻ്റെ അതേപോലെ തന്നെയുള്ളത് ഒരു സാധനമാണ്. ചില ടേംസുകൾ മാത്രമേ മാറ്റുള്ളൂ. അപ്പോൾ ആക്സിഡന്റ് ഇൻസിഡന്റ് തിയറി പറഞ്ഞാൽ ഒരു സീക്വൻസ് ഓഫ് ഫാക്ടർ മൂലമാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നത് എന്നാണ് പറയുന്നത്. അപ്പോൾ ഏതൊക്കെയാണ് ആ സീക്വൻസ് ഓഫ് ഫാക്ടർ? അതാണ് ദീസ് ആർ ദ 4 ഫാക്ടേഴ്സ്. ഒന്ന് ഓവർലോഡ്, ദെൻ എർഗണോമിക് ട്രാപ്സ്. നേരത്തെ നമ്മൾ ഓവർലോഡ്, ഇൻഅപ്രോപ്രിയേറ്റ് വർക്ക്, അതേപോലെ ഡിലേഡ് റെസ്പോൺസ് എന്ന് പറഞ്ഞ പോലെ അതിന് പകരം ഇവിടെ ഉള്ളത് ഓവർലോഡ്, എർഗണോമിക് ട്രാപ്സ്, ഡിസിഷൻ ടു എറർ, ദെൻ സിസ്റ്റം ഫെയിലിയർ ആൻഡ് ഇറ്റ് മേ ലീഡ്സ് ടു ആക്സിഡന്റ്. ഇതാണ് ആ 5 ബോക്സ് എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ എക്സാമിന് ചെയ്തപ്പോൾ ഈ 5 ബോക്സ് ചെയ്താൽ പിന്നെ ഓരോന്നും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്താൽ, അപ്പോൾ ഞാൻ പിക്ചോറിയലായിട്ട് കൊടുത്തത് ഒന്നുകൂടി അത് അണ്ടർസ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്നതാണ് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഓരോന്നും എക്സ്പ്ലെയിൻ ചെയ്യാം. നമ്പർ 1, ഓവർലോഡ്. ഓവർലോഡ് എന്ന് പറഞ്ഞാൽ ഫിസിക്കൽ ഓർ മെൻ്റൽ സ്ട്രെസ് ബിയോണ്ട് നോർമൽ കപ്പാസിറ്റി. അത് നമ്മൾ നേരത്തെ എക്സാമ്പിൾ പറഞ്ഞ അതേ സാധനം തന്നെയാണ്. ഫോർ എക്സാമ്പിൾ, ഹെവി വർക്ക് ലോഡ്, ടൈം പ്രഷർ, അതേപോലെ ഫറ്റീഗ് ക്ഷീണം, സ്ട്രെസ്, അതേപോലെ പിയർ പ്രഷർ, അതേപോലെ ബഡ്ജറ്റ് ഫാക്ടർ. ഇത്ര സമയത്തിനുള്ളിൽ ഇന്ന ബഡ്ജറ്റിൽ സാധനം ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ഓവർലോഡ് ആവും. അത് ഹ്യൂമൻ എറർ എത്തി ആക്സിഡൻറ്റിലേക്ക് നയിക്കും. ദെൻ സെക്കൻഡ് വൺ, എർഗണോമിക് ട്രാപ്സ്. അതായത് ഡിസൈൻ ഓർ എൻവയോൺമെൻറ്റ് ഫാക്ടർ ദാറ്റ് ഇൻക്രീസ് ദ ലൈക്ലിഹുഡ് ഓഫ് എറർ ഉണ്ടാവാൻ സാധ്യതമായ ഡിസൈൻ ഫാക്ടർ കമ്പനിയിൽ. ഫോർ എക്സാമ്പിൾ, ഒരാൾ ഫുൾ ടൈം ഇങ്ങനെ ബെൻഡ് ചെയ്ത് വർക്ക് ചെയ്യുമ്പോൾ അയാളുടെ ബാക്ക് പെയിൻ ഉണ്ടാവും. അതേപോലെ ചെയറിൽ ഇരുന്ന് വർക്ക് ചെയ്യുന്ന കമ്പനിയൊക്കെ ആണെങ്കിൽ ആ ചെയർ പ്രോപ്പർ അല്ലെങ്കിൽ അവരുടെ സീറ്റിംഗ് പൊസിഷൻ പ്രോപ്പർ അല്ലെങ്കിൽ അവർക്ക് ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. അതായത് പുവർ വർക്ക് പ്ലേസ് ലേഔട്ട്, പുവർ എക്യുപ്മെൻറ്റ് ഡിസൈൻ, ഇൻഅഡിക്വേറ്റ് ടൂൾസ്, അൺകംഫർട്ടബിൾ പോസ്ചർ, പുവർ ലൈറ്റിംഗ് ഓർ നോയ്സോ അതേപോലെ ലൈറ്റിംഗോ ഒക്കെ പുവർ ആണെങ്കിൽ അവർക്ക് ഫറ്റീഗ്, ക്ഷീണവും തലവേദനയും ഒക്കെ ഉണ്ടാവാനുള്ള സാധ്യത ഉണ്ട്. ദെൻ തേർഡ് ഫാക്ടർ, ഡിസിഷൻ ടു എറർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഷ്യസ് ഓർ അൺകോൺഷ്യസ് ഡിസിഷൻ ടു ഡു സംതിങ് അൺസേഫ്. ബോധപൂർവമോ അല്ലാതെയോ ആയിട്ട് എന്ത് ചെയ്യുക? അൺസേഫ് ആക്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു ഡിസിഷൻ. ഉദാഹരണമായിട്ട് ഇഗ്നോറിങ് സേഫ്റ്റി റൂളൊന്നും ഇഗ്നോർ ചെയ്യുക. അതേപോലെ ഷോർട്ട് കട്ട് നോക്കുക. അതേപോലെ ഇറ്റ് വോണ്ട് ഹാപ്പൻ ടു മീ എന്ന് പറയുന്ന ഓവർ കോൺഫിഡൻസ് എന്ന് പറഞ്ഞ സാധനം. അതേപോലെ റിസ്ക് എടുക്കുക. അതേപോലെ റോങ് ജഡ്ജ്മെൻറ്റ്, തെറ്റായി ജഡ്ജ്മെൻറ്റ് ചെയ്യുക. ഇതൊക്കെയാണ് ഡിസിഷൻ ടു എറർ എന്ന് പറയുന്നത്. ഇപ്പോൾ ഓവർലോഡ് പറഞ്ഞു, എർഗണോമിക് ട്രേറ്റ്സ്, ദെൻ ഡിസിഷൻ ടു എറർ. ദെൻ നാലാമത്താണ് സിസ്റ്റം ഫെയിലിയർ. അപ്പോൾ സിസ്റ്റം ഫെയിലിയർ എന്ന് പറഞ്ഞാൽ സിസ്റ്റത്തിനോ പിന്നെ പ്രൊസീജിയറിനോ മാനേജ്മെൻറ്റിനോ ഒക്കെ ഉണ്ടാകുന്ന ഫെയിലിയർ.
Okay, inadequate policies, lack of training, poor supervision, inadequate maintenance, poor communication, lack of safety culture, ഇതൊക്കെയാണ് സിസ്റ്റം ഫെയിലിയറിന് കാരണം. ഇനി ഇങ്ങനെയുള്ള സംഗതികൾ സീക്വൻസ് ആയിട്ട് നടന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് ഇറ്റ് ലീഡ് ടു ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ്, അതായത് പ്രോപ്പർട്ടി ഡാമേജോ ഇല്ല ഇഞ്ചുറി ടു പീപ്പിൾ, ലോസ് ഓഫ് പ്രൊഡക്ഷൻ ഉണ്ടാവും. സോ ദീസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് വൈൽ വി ആർ കൺസിഡറിങ് accident or incident theory. Overload, ergonomic traits, decision to error, സിസ്റ്റം ഫെയിലിയർ ഓർ ആക്സിഡന്റ് ഇൻസിഡന്റ് തിയറി. ഈ ഒരു സ്ലൈഡാണ് നിങ്ങൾ മനസ്സിൽ കീപ്പ് ചെയ്യേണ്ടതെന്ന് അർത്ഥം. ദെൻ ഹൗ ടു പ്രിവെന്റ്. പ്രിവെൻഷൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. കൺട്രോൾ ദ ഓവർലോഡ്, എലിമിനേറ്റ് എർഗണോമിക് ട്രേറ്റ്സ്, എൻഷുർ കറക്റ്റ് ഡിസിഷൻ, ട്രെയിനിങ് കൊടുക്കുക ആൻഡ് സ്ട്രെങ്തൻ ദ സിസ്റ്റം ടു പ്രിവെന്റ് ആക്സിഡന്റ്. അതെല്ലാത്തിലും ഒരു കോമൺ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എളുപ്പമായിരിക്കും. ഓക്കെ, ഇതാണ് ആക്സിഡന്റ് ഇൻസിഡന്റ് തിയറി പറയുന്നത്. ദെൻ ദ ഫോർത്ത് തിയറി ഈസ് എപ്പിഡെമിയോളജിക്കൽ തിയറി. അതായത് പറയുന്നത്രേ ഉള്ളൂ, ആക്സിഡന്റ് ആർ ദ റിസൾട്ട് ഓഫ് ദ ഇന്ററാക്ഷൻ ബിറ്റ്വീൻ പ്രീഡിസ്പോസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി വർക്കർ ഓർ സിറ്റുവേഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ദി വർക്കർ. ഇത് രണ്ടും കൂടി വരുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാവുന്നതെന്നാണ് പറയുന്നത്. ഫോർ എക്സാമ്പിൾ, എന്താണ് ഈ പ്രീ ഡിസ്പോസിഷണൽ ക്യാരക്ടറിസ്റ്റിക്സ് എന്ന് പറഞ്ഞാൽ ഒരു പേഴ്സണൽ ഫാക്ടർ, ഒരാളുടെ പേഴ്സണൽ ഫാക്ടറും ഇൻഡസ്ട്രി അറ്റ്മോസ്ഫിയറും ഇത് രണ്ടും കൂടി കൂടുമ്പോഴാണ് ആക്സിഡന്റ് ഉണ്ടാവുക എന്നാണ് എപ്പിഡെമിയോളജിക്കൽ തിയറി പറയുന്നത്. ഫോർ എക്സാമ്പിൾ, പേഴ്സണൽ ഫാക്ടറിൽ വരുന്നത് ഏജ്, സെക്സ്, ഹെൽത്ത്, അതേപോലെ എക്സ്പീരിയൻസ്, ട്രെയിനിങ്, നോളജ്, സ്കില്ല്, ആറ്റിറ്റ്യൂഡ്, മോട്ടിവേഷൻ, ഫറ്റീഗ്, സ്ട്രെസ്, അതേപോലെ പേഴ്സണാലിറ്റി ട്രേറ്റ്, അതേപോലെ സസെപ്റ്റിബിലിറ്റി ടു പിയർ പ്രഷർ, ഇങ്ങനെയുള്ള കാരണങ്ങളൊക്കെ ഒരു വ്യക്തിയിൽ അധിഷ്ഠിതമാണ്. ദീസ് ആർ ദ ഇൻഹെറിന്റ് ഇൻ ദ ഇൻഡിവിജ്വൽ ആൻഡ് കൻ നോട്ട് ബി ചേഞ്ച്ഡ് ഈസിലി. ഇത് അയാൾ വിചാരിച്ചാൽ മാത്രമേ മാറ്റാൻ പറ്റുള്ളൂ, അല്ലാതെ അത് ഇൻഡിവിജ്വൽ ആയിട്ടുള്ള സാധനം, വ്യക്തിയിൽ അധിഷ്ഠിതമായ കുറച്ച് ഫാക്ടേഴ്സ് ഉണ്ട്. അതേപോലെ തന്നെ സിറ്റുവേഷണൽ ക്യാരക്ടേഴ്സ്, ഇതൊരു എൻവയോൺമെന്റൽ ഫാക്ടറാണ്, അതായത് ആ കമ്പനിയുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളാണ്. അതായത് അവിടുത്തെ ഫിസിക്കൽ എൻവയോൺമെന്റ്, ലൈറ്റ്, നോയ്സ്, ടെമ്പറേച്ചർ, അതേപോലെ എക്യുപ്മെന്റും ടൂളിന്റെയും ഒക്കെ കണ്ടീഷന്, വർക്ക് ഡിസൈന്, വർക്ക് ലോഡ്, സൂപ്പർവിഷന്, പിയർ പ്രഷർ, സേഫ്റ്റി റൂൾ, ഈ ഫാക്ടറൊക്കെ എന്താണ് എക്സ്റ്റേണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ എൻവയോൺമെന്റൽ ഫാക്ടറാണ്. ഇത് രണ്ടും കൂടിയും ഇന്ററാക്ഷൻ ഓഫ് ബോത്ത് ഫാക്ടർ, ഇത് രണ്ടും കൂടി ഇന്ററാക്ട് ചെയ്യുമ്പോൾ എന്ത് ചെയ്യും, ഇറ്റ് മേ ലീഡ്സ് ടു റിസ്കിന് കാരണമാവും. അതായത് ആക്സിഡന്റിലേക്ക് എത്തിക്കുന്ന റിസ്കിന് കാരണമാവും. റിസ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, ഒരാൾ ഓൾറെഡി ക്ഷീണിച്ചിരിക്കുകയാണ്, അപ്പോൾ അയാൾ പുവർ ലൈറ്റിംഗുള്ളൊരു ഇൻഡസ്ട്രിയിൽ വർക്ക് ചെയ്യാൻ അയാളെ വിട്ട് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, അത് റിസ്ക് ആണ്, ആക്സിഡന്റ് ഉണ്ടാവും. ഇറ്റ് മേ ലീഡ്സ് ടു ആക്സിഡന്റ്, അതെന്ത് ചെയ്യും, ആക്സിഡന്റിലേക്ക് നയിക്കും എന്നർത്ഥം. ഫോർ എക്സാമ്പിൾ, എ വർക്കർ ഈസ് ഫറ്റീഗ്, ഓൾറെഡി അയാൾ ക്ഷീണിച്ചിരിക്കുകയാണ്. ദെൻ ആൻഡ് അതാണ് പ്രീ ഡിസ്പോസിഷണൽ ഫാക്ടർ എന്ന് പറഞ്ഞാൽ. ആൻഡ് ഈസ് വർക്കിംഗ് അണ്ടർ പുവർ ലൈറ്റിംഗ്, അദ്ദേഹം ലൈറ്റിംഗ് കുറവുള്ള സ്ഥലത്ത് വർക്ക് ചെയ്യാനാവുകയാണ്. അപ്പോൾ എന്താണ്, അത് അയാൾക്ക് മിസ്റ്റേക്ക് ഉണ്ടാവാനും അത് ആക്സിഡന്റിലേക്ക് എത്താനും കാരണമാവും. ഇനി അതിന് പ്രിവെൻഷൻ എന്താ, നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇംപ്രൂവ് പേഴ്സണൽ ഫാക്ടർ, അവർക്ക് ട്രെയിനിങ് കൊടുക്കുക, മോട്ടിവേഷൻ കൊടുക്കുക, ഇംപ്രൂവ് വർക്ക് പ്ലേസ് കണ്ടീഷനും, റെഡ്യൂസ് സ്ട്രെസ് ആൻഡ് ഫറ്റീഗ്, കൺട്രോൾ പിയർ പ്രഷർ ആൻഡ് പ്രൊമോട്ട് സേഫ്റ്റി കൾച്ചർ. അതാണ് അതിലുള്ള പ്രിവെൻഷൻ മെത്തേഡ്. ഇനി അടുത്ത തിയറി. അപ്പോൾ നമുക്ക് നമ്മൾ 4 തിയറി പറഞ്ഞു. അഞ്ചാമത്തെ തിയറിയാണ് സിസ്റ്റം തിയറി, സിസ്റ്റംസ് തിയറി. അതായത് an accident, സിസ്റ്റം തിയറി പറയുന്നതിലുള്ളൂ, an accident occurs as a result of interaction among the components of system, person, machine, environment. അതായത് ഒരു ആക്സിഡന്റ് ഉണ്ടാവുന്നത് ഇന്ററാക്ഷൻ ഓഫ് ദീസ് 3 ഫാക്ടർ, പേഴ്സൺ, മെഷീന്, അതേപോലെ എൻവയോൺമെന്റ്. പേഴ്സൺ ആണ് ഹോസ്റ്റ്, മെഷീൻ ഏജൻസിയാണ്, ആ എൻവയോൺമെന്റുമാണ് ആക്സിഡൻസ് ഉണ്ടാവാൻ കാരണം. അപ്പോൾ അതൊന്ന് നോക്കാം. അതായത് പറയുന്നത് ഇത്രയേ ഉള്ളൂ, ആൻ ആക്സിഡന്റ് ഒക്വർ, ഞാൻ പറഞ്ഞല്ലോ, ആ ഇന്ററാക്ഷൻ ആണ്. അപ്പോൾ പേഴ്സൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയാളുടെ നോളജ്, അയാളുടെ എക്സ്പീരിയൻസ്, അയാളുടെ ഫിസിക്കൽ മെന്റൽ കണ്ടീഷൻ, അയാളുടെ ആറ്റിറ്റ്യൂഡ്, ബിഹേവിയർ, ഡിസിഷൻ മേക്കിംഗ് എബിലിറ്റി, അതാണ് പേഴ്സണെ ഇൻഫ്ലുവൻസ് ചെയ്യുന്ന ഫാക്ടർ. ദെൻ മെഷീനെ സംബന്ധിച്ചിടത്തോളം ആണെങ്കിൽ എന്താണ്, അതിന്റെ ഡിസൈൻ, അതിന്റെ കണ്ടീഷൻ, വർക്കിംഗ് കണ്ടീഷൻ, അതിന്റെ സേഫ്റ്റി, അതേപോലെ മെയിൻ്റെനൻസ് ആൻഡ് റിലയബിലിറ്റി. ദെൻ എൻവയോൺമെന്റ് ആണെങ്കിൽ അവിടുത്തെ ലൈറ്റിംഗ്, നോയ്സിങ്, ടെമ്പറേച്ചർ, വെന്റിലേഷൻ, വർക്ക് പ്ലേസ് ലേഔട്ട്, ഹൗസ് കീപ്പിംഗ്. ഇതൊക്കെ ഈ 3 ഫാക്ടറിനെയും ഡിപ്പെൻഡ്, അല്ലെങ്കിൽ ഈ 3 ഇതിനെയും ഡിപ്പെൻഡ് ചെയ്യുന്ന, അല്ലെങ്കിൽ 3 എണ്ണം എന്താ എന്നുള്ളത് പറയുന്നതാണ്. പേഴ്സണലെ ബാധിക്കുന്ന എന്തൊക്കെയാണ്, മെഷീൻ്റെത് എന്തൊക്കെയാണ്, എൻവയോൺമെന്റ്, ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ. ഓക്കെ, ഈ 3 എണ്ണം നമ്മൾ ഒബ്സർവ് ചെയ്യാം. ഓക്കെ, ഇനി ഈ ഒരു ചാർട്ട് നോക്കുക, ഒരു ഫ്ലോ ചാർട്ടാണിത്. അപ്പോൾ ഈ 3 ഫാക്ടർ ഉണ്ട്, ഇതിൻ്റെ ഇന്ററാക്ഷൻ ആണ് നമ്മളൊരു വർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ട് എന്തും ഇത് ഇന്ററാക്ട് ചെയ്യുമ്പോൾ അവിടുന്ന് ഇൻഫർമേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് നടത്തുക. ഇൻഫർമേഷൻ ആൻഡ് റിസ്ക് അസസ്മെന്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ 3 എണ്ണത്തിൻ്റെയും ഇൻഫർമേഷൻ കളക്ട് ചെയ്യുക. ഓക്കെ, അവിടുത്തെ സാഹചര്യങ്ങൾ കളക്ട് ചെയ്യുക 3 എണ്ണം. അവിടുത്തെ റിസ്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് നോക്കുക. ഉണ്ടെങ്കിൽ അതിനൊരു ഡിസിഷൻ എടുക്കുക. അതായത് ആ റിസ്ക്
ഫാക്ടർ ഉണ്ടെങ്കിൽ അത് നമ്മൾ എന്ത് ചെയ്യുക, ഒഴിവാക്കുക. അല്ലെങ്കിൽ അവിടെ റിപ്പയറിങ് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ ചെയ്യുക. അല്ലെങ്കിൽ ഒരാൾക്ക് മോട്ടിവേഷൻ ആണെങ്കിൽ ലൈറ്റിങ്ങിൻ്റെ പ്രശ്നമാണ്, ലൈറ്റിംഗ് പ്രൊവൈഡ് ചെയ്യുക. എന്നിട്ട് എന്ത് ചെയ്യുക, പെർഫോം ദ ടാസ്ക്, നമ്മൾ അവിടുത്തെ വർക്ക് പെർഫോം ചെയ്യുക. അങ്ങനെ ചെയ്യുമ്പോൾ അതിൻ്റെ ഔട്ട്കം ആയിട്ട് വരുന്നത്, നോക്ക് ഇവിടുന്ന് ഇങ്ങോട്ടേക്കാണ് വരുന്നത്, ഔട്ട്കം ആയിട്ട് വരുന്നത് സേഫ് ഇൻട്രാക്ഷൻ, ഒരു പ്രശ്നമില്ലെങ്കിൽ ഓക്കെ കംപ്ലീറ്റ് ആണ്. ഇനി അതല്ല അൺസേഫ് ആണെങ്കിൽ നേരെ ഫീഡ്ബാക്ക് ലൂപ്പ് എന്ത് ചെയ്യുക, നേരെ നമ്മൾ തിരിച്ചിങ്ങോട്ടേക്ക് തന്നെ വരണം. എന്നിട്ട് വീണ്ടും ഇതിൻ്റെ റിസ്ക്, ഇവിടെ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോയെന്ന് ഇൻഫർമേഷൻ കളക്ട് ചെയ്യണം, അതിൻ്റെ റിസ്ക് എന്തൊക്കെയാണെന്നുള്ളത് കളക്ട് ചെയ്യണം. അതേപോലെ ഡിസിഷൻ എടുക്കുക, പെർഫോം ടാസ്ക് ചെയ്യുക, ഔട്ട്കം സേഫ് ആണെങ്കിൽ അത് ആവുന്നത് വരെ ഈ ലൂപ്പ് കൺട്രോൾ ചെയ്യുക. ഇതാണ് സിസ്റ്റം തിയറി എന്ന് പറയുന്നത്. ഇറ്റ്സ് എ ഫ്ലോ ചാർട്ട്. ഓക്കെ, ദെൻ അടുത്ത തിയറി. ഓക്കെ, അപ്പോൾ സിസ്റ്റം തിയറി എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ഒരു 3 തിയറിയാണ് കുറച്ച് ഡീറ്റെയിൽ ഉള്ളത്, ബാക്കിയൊക്കെ നമുക്ക് ഒറ്റ ഇമേജ് കൊണ്ട് തന്നെ അല്ലെങ്കിൽ ഒറ്റ സ്ലൈഡ് കൊണ്ട് തന്നെ കിട്ടും. അടുത്തതാണ് കോമ്പിനേഷൻ തിയറി. Okay, combination theory states that an accident is usually caused by combination of factors. No single theory can explain accident. Is a fact true? എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിംഗിൾ തിയറിയും വെച്ചിട്ട് ഒരു ആക്സിഡൻറ്റ് നമുക്ക് ജനറലൈസ് ചെയ്യാൻ പറ്റില്ല. കുറേ തിയറീസ് എല്ലാം കൂടി കൂടുമ്പോഴാണ് ഒരു ആക്സിഡൻറ്റ് നമുക്ക് പറയാം. അതായത് ആക്സിഡൻറ്റ്സ് ആർ കോസ്ഡ് ബൈ ദ കോമ്പിനേഷൻ ഓഫ് ഡിഫറെൻറ്റ് ഫാക്ടർ. സേഫ്റ്റി പേഴ്സണൽ ഷുഡ് ബി യൂസ് ഓൾ റെലവൻറ്റ് തിയറീസ് ഫോർ ആക്സിഡൻറ്റ്. ഓൾ തിയറി ഫോർ ആക്സിഡൻറ്റ് നമ്മൾ യൂസ് ചെയ്യണം. ഡു നോട്ട് അപ്ലൈ ഓൺലി വൺ മോഡൽ ഓഫ് ആക്സിഡൻറ്റ്. ഒന്ന് മാത്രം കൺസിഡർ ചെയ്യാൻ പറ്റില്ല. സോ ഫോർ എക്സാമ്പിൾ, ഒരു എക്സാമ്പിളൂടെ ആക്സിഡൻറ്റ് ഇൻസിഡൻറ്റ് അല്ലെങ്കിൽ കോമ്പിനേഷൻ തിയറി പറയാം. ആക്സിഡൻറ്റ് എങ്ങനെയാണ് ഒക്വർ ചെയ്യുന്നത്. ഒന്ന് ഹ്യൂമൻ ഫാക്ടർ, അതായത് ലാക്ക് ഓഫ് സ്കില്ല്, ഫറ്റീഗ്, കെയർലെസ്നെസ്, അതൊരു ഹ്യൂമൻ ഫാക്ടറാണ്. അതിൻ്റെ കൂടെ ഒരു അൺസേഫ് ആക്ട്, അയാൾ നോട്ട് ഫോളോയിങ് പ്രൊസീജിയർ, അതേപോലെ ടേക്കിംഗ് ഷോർട്ട് കട്ട്, അയാൾ ഇങ്ങനെ ഓടി നടക്കുക, അങ്ങനെ അൺസേഫ് ആക്ട് ഉണ്ടാവുക. അൺസേഫ് കണ്ടീഷൻ എന്താ, അവിടെ വെറ്റ് ഫ്ലോർ ആണ്, പുവർ ലൈറ്റിംഗ് ആണ്, ഒക്കെ ആണെങ്കിൽ എന്ത് ചെയ്യുന്നു, അൺസേഫ് കണ്ടീഷനാണ്. ദെൻ മെഷീൻ ഓർ എക്യുപ്മെൻറ്റ്, മെഷീൻ പ്രോപ്പർ അല്ല, അതിന് ഡിഫക്റ്റ് ഉണ്ട്, അതുപോലെ മിസ്സിംഗ് ഉണ്ട്, ഗാർഡ് മിസ്സിംഗ് ആണ്, പുവർ മെയിൻ്റെനൻസ് ഒക്കെ ആണെങ്കിലും. മാനേജ്മെൻറ്റ് ഫെയിലിയർ, ഇൻഅഡിക്വേറ്റ് ട്രെയിനിങ്, പുവർ സൂപ്പർവിഷൻ, നോ സേഫ്റ്റി ടൂൾസ്, ഇതെല്ലാം കൂടിയാൽ എന്തുണ്ടാവും, ആക്സിഡൻറ്റ് ഉണ്ടാവും. അതാണ് കോമ്പിനേഷൻ ഓഫ് ഇവൻറ്റ്. ഫോർ എക്സാമ്പിൾ പറഞ്ഞാൽ ഒരു വർക്കറെ കേസിൽ ഹി വാസ് ടയേർഡ്, അയാൾ ഭയങ്കര ക്ഷീണിതമാണ്, അത് ഹ്യൂമൻ ഫാക്ടറാണ്. ദെൻ ഫ്ലോർ വാസ് വെറ്റ്, അതൊരു അൺസേഫ് കണ്ടീഷനാണ്. ദെൻ ഹി വാസ് റണ്ണിങ്, അതൊരു അൺസേഫ് ആക്ടാണ്. ദെൻ നോ വാർണിംഗ് സൈൻ, അത് മാനേജ്മെൻറ്റ് ഫെയിലിയർ ആണ്. ഇത് എല്ലാം കാരണം എന്താണ്, അവിടെ ഒരു ആക്സിഡൻറ്റ് ഉണ്ടാവുന്ന അർത്ഥം. അപ്പോൾ most accidents are caused by the combination of several factors. Therefore, consider all possible causes during accident investigation and we have to prevent them. ഇതാണ് കോമ്പിനേഷൻ തിയറി പറയുന്നത്. ദെൻ ലാസ്റ്റ് വൺ ബിഹേവിയറൽ തിയറി. അതായത് ബിഹേവിയറൽ തിയറി പേരിൽ തന്നെയുണ്ട്. ദ ബിഹേവിയർ തിയറി ഓഫ് ആക്സിഡൻറ്റ് കോസേഷൻ ആൻഡ് പ്രിവെൻഷൻ ഈസ് ഓഫൺ റെഫർഡ് ടു ബിഹേവിയർ ബേസ്ഡ് സേഫ്റ്റി. ബിഹേവിയർ ബേസ്ഡ് സേഫ്റ്റി, BBS എന്ന് പറയാം. അപ്പോൾ BBS ഹാസ് ബോത്ത് പ്രൊപ്പണൻ്റ് ആൻഡ് ക്രിറ്റിക്സ്. ഓക്കെ, ദെൻ അത് ഇതുണ്ട്, അതേപോലെ അതിന് എതിരും വരും പറയുന്നുണ്ട്. വൺ ഓഫ് ദി മോസ്റ്റ് പ്രൊമിനൻറ്റ് പ്രൊപ്പണൻസ് ഓഫ് BBS ഈസ് സ്കോട്ട് ഗെല്ലർ എന്ന് പറയുന്ന സയൻറ്റിസ്റ്റ് ആണ് കൊണ്ടുവന്നത്. ഈ എ സീനിയർ പാർട്ണർ ഓഫ് സേഫ്റ്റി പെർഫോമൻസ് സൊല്യൂഷൻ ആൻഡ് എ പ്രൊഫസർ ഓഫ് സൈക്കോളജി. അപ്പോൾ ഗെല്ലർ പറഞ്ഞത് എന്താ വെച്ചാൽ ഈ സൈക്കോളജിക്കൽ ഫാക്ടറും ഒക്കുപേഷണൽ സേഫ്റ്റിയും കൂടി ഇത് ചെയ്യുക. അപ്പോൾ ആപ്ലിക്കേഷൻ ഓഫ് ബിഹേവിയറൽ തിയറീസ് ടു ഇംപ്രൂവ് സേഫ്റ്റി, അയാൾ സൈക്കോളജിക്കലി അയാളെ പറഞ്ഞ് ബോധ്യപ്പെടുത്തി, അതിൻ്റെ ആവശ്യകത അയാളെ ബോധ്യപ്പെടുത്തിയിട്ട് സേഫ്റ്റി ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അത് പറയുന്നത് അത്രയേ ഉള്ളൂ. അദ്ദേഹം 7 ബേസിക് പ്രിൻസിപ്പിൾസ് ഓഫ് BBS തിയറി, അതായത് ബിഹേവിയറൽ തിയറിൻ്റെ ഗെല്ലർ പറഞ്ഞ 7 ബേസിക് പ്രിൻസിപ്പിൾ എന്തൊക്കെയാണ്. ഒന്ന്, ഇന്റർവെൻഷൻ ദാറ്റ് ഈസ് ഫോക്കസ്ഡ് ഓൺ എംപ്ലോയി ബിഹേവിയർ, എന്ത് കാര്യങ്ങൾ എംപ്ലോയി ബിഹേവിയറിനെ ഫോക്കസ് ചെയ്യുക. സെക്കൻഡ് വൺ, ഐഡന്റിഫിക്കേഷൻ ഓഫ് എക്സ്റ്റേണൽ ഫാക്ടർ വിത്ത് ഹെൽപ്പ് ടു അണ്ടർസ്റ്റാൻഡ് ആൻഡ് ഇംപ്രൂവ് എംപ്ലോയി ബിഹേവിയർ. അതായത് എക്സ്റ്റേണൽ ഫാക്ടർ, അതേപോലെ എൻവയോൺമെന്റൽ കണ്ടീഷൻ, അതൊക്കെ ഇമ്പ്രൂവ് ചെയ്ത് കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിന് അങ്ങനെയുള്ള ഒരു കംഫർട്ട് സോൺ ഒരു എംപ്ലോയിക്ക് കൊടുത്തു കഴിഞ്ഞാൽ അയാൾക്ക് എന്ത് ചെയ്യും, ആക്സിഡന്റ് കുറവ് തടയാൻ പറ്റും. ദെൻ തേർഡ് വൺ, ഡയറക്റ്റ് ബിഹേവിയർ വിത്ത് ആക്ടിവിറ്റീസ് ഓർ ഇവന്റ്, അതേപോലെ തന്നെ മോട്ടിവേഷനും കാര്യങ്ങളും ഒക്കെ കൊടുത്തിട്ട് അദ്ദേഹം ഡയറക്റ്റ് ആയിട്ട് അദ്ദേഹത്തിൻ്റെ ബിഹേവിയറിൽ ഇൻഫ്ലുവൻസ് ചെയ്യുക. ദെൻ ഫോക്കസ് ഓൺ ദ പോസിറ്റീവ് കോൺസിക്വൻസ് ദാറ്റ് വിൽ റിസൾട്ട് ഫ്രം ദ ഡിസൈർഡ് ബിഹേവിയർ ആസ് എ വേ ടു മോട്ടിവേറ്റ് എംപ്ലോയി. പോസിറ്റീവ് കോൺസിക്വൻസിനെ ഫോക്കസ് ചെയ്ത് മോട്ടിവേറ്റ് ചെയ്ത് കൊടുക്കുക. ദെൻ ആപ്ലിക്കേഷൻ ഓഫ് ദ സയൻറ്റിഫിക് മെത്തേഡ് ടു ഇംപ്രൂവ് അറ്റംപ്റ്റ് അറ്റ് ബിഹേവിയർ ഇൻ്റർവെൻഷൻ. സയൻറ്റിഫിക് മെത്തേഡൊക്കെ ഉപയോഗിച്ചിട്ട് എന്ത് ചെയ്യാം, അവരുടെ ബിഹേവിയറൽ ഇംപ്രൂവ്മെൻറ്റ് വരുത്തുക. യൂസ് തിയറി ടു ഇൻ്റഗ്രേറ്റ് ഇൻഫർമേഷൻ റാദർ ദാൻ ദ ലിമിറ്റ് പോസിബിലിറ്റി. പരമാവധി തിയറീസ് ഒക്കെ ഉപയോഗിച്ചിട്ട് എംപ്ലോയിനെ അൾട്ടിമേറ്റ്ലി പറഞ്ഞാൽ മോട്ടിവേറ്റ് ചെയ്യുക. സെവൻത്ത് വൺ, പ്ലാൻഡ് ഇൻ്റർവെൻഷൻ വിത്ത് ദ ഫീലിംഗ് ആൻഡ് ആറ്റിറ്റ്യൂഡ് ഓഫ് ദി ഇൻഡിവിജ്വൽ എംപ്ലോയി മൈൻഡ്. ഓക്കെ, ഒരു എംപ്ലോയിനെ വർക്കറെ മനസ്സിലാക്കിയിട്ട് അവർക്കൊരു മോട്ടിവേഷൻ കൊടുക്കുന്ന രീതിയിൽ
എന്ത് ചെയ്യാം സൈക്കോളജിക്കലി അവരെ ട്രീറ്റ് ചെയ്തിട്ട് സേഫ്റ്റിൻ്റെ ഇമ്പോർട്ടൻസ് പഠിപ്പിക്കാൻ നടത്തണം. അതായത് VBS ഫോക്കസ് ഓൺ അണ്ടർസ്റ്റാൻഡിങ് ആൻഡ് ഇംപ്രൂവിംഗ് എംപ്ലോയി ബിഹേവിയർ ടു പ്രിവെന്റ് ആക്സിഡന്റ്. ഇറ്റ് യൂസസ് സൈക്കോളജി ബേസ്ഡ് പ്രിൻസിപ്പൾ, പോസിറ്റീവ് റീഇൻഫോഴ്സ്മെന്റ് ആൻഡ് സയന്റിഫിക് മെത്തേഡ് ടു ക്രിയേറ്റ് എ സേഫ് വർക്ക് പ്ലേസ്. ഓക്കെ, ഇതാണ് VBS തിയറി. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ടുഡേയ്സ് സെഷൻ നമ്മൾ 7 തിയറീസ് ഓഫ് ആക്സിഡന്റ് കോസേഷൻ ആണ് പറഞ്ഞത്. ഹെൻറിച്ച് ഡൊമിനോ തിയറി, ഹ്യൂമൻ ഫാക്ടർ തിയറി, ആക്സിഡന്റ് ഓർ ഇൻസിഡന്റ് തിയറി, എപ്പിഡെമിയോളജിക്കൽ തിയറി, സിസ്റ്റം തിയറി, ബിഹേവിയർ തിയറി ആൻഡ് കോമ്പിനേഷൻ തിയറി. അപ്പോൾ ഞാൻ ഒരു പിക്ചോറിയലായിട്ട് ഇമേജ് വെച്ചിട്ടാണ് തിയറീസ് ഒക്കെ പറഞ്ഞത്. അപ്പോൾ നിങ്ങൾക്ക് ഓർത്തിരിക്കാൻ എളുപ്പമാണ്. ഓരോ തിയറിൻ്റെ അവസാനത്തെ സ്ലൈഡ് നോക്കിയാൽ എല്ലാം ഉൾപ്പെട്ടിട്ടുള്ള സ്ലൈഡ് ആയിരിക്കും ഉണ്ടാവുക. ആ രീതിയിലൊന്ന് ആ ഒരു ഇമാജിൻ അല്ലെങ്കിൽ പിക്ചോറിയൽ ഇത് മൈൻഡിലേക്ക് ഇട്ടിട്ട് പഠിക്കുകയാണെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റും, അത് റിലേറ്റ് ചെയ്ത് പഠിക്കാൻ പറ്റും. തിയറി സബ്ജക്റ്റാണ്, നിങ്ങൾക്ക് S7 സ്കോർ ചെയ്യാൻ പറ്റുന്ന സബ്ജക്റ്റാണ് ഇത്. ഓക്കെ, നിങ്ങൾ ഗ്രേഡ് പോയിന്റ് അല്ലെങ്കിൽ CGPA SGPA ഒക്കെ ഉയർത്താൻ പറ്റുന്ന ഒരു സബ്ജക്റ്റാണ്. അപ്പോൾ അതൊരു ജസ്റ്റ് പാസ്സാവുക എന്നുള്ളതിലുപരിയായിട്ട് ഇതിലെന്ത് ചെയ്യുക, ഒന്ന് മാക്സിമം സ്കോർ ചെയ്യുക, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാനുള്ള ശ്രമം നടത്തുക. അതിനാണ് പോയിന്റ് ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. നന്നായിട്ടൊന്ന് നോക്കുക. ഡു വെൽ, ഓൾ ദി ബെസ്റ്റ്.